പ്രിയമുള്ളവരെ, KLP വില്ലേജ് ന്യൂസിലെ പുതിയൊരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്ന വാർത്ത മൈ തവളഞ്ചിന സിറ്റി വാട്സപ്പ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന സമൂഹ നോമ്പ് തുറയും അസറ്റ് തവളഞ്ചിന സൗജന്യ മെഡിക്കൽ എക്യുപ്മെന്റ് ഓഫീസ് ഉദ്ഘാടനവും മാർച്ച് 9 തിങ്കൾ 5:30 ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP സബാഹ് സാഹിബായിരുന്നു ഇതിനെല്ലാം നേതൃത്വം വഹിച്ചത്. എന്തായാലും ഈ വീഡിയോയിലൂടെ അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളും മാത്രമല്ല തവളഞ്ചിന പ്രദേശത്തുള്ള നാട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുന്ന അഭിനന്ദിക്കപ്പെടേണ്ട ഒത്തിരി വാർത്തകളും നമുക്കിതിലൂടെ നേടിയെടുക്കാനുണ്ട്. വീഡിയോ ഒരൽപ്പം ലെങ്ത് കൂടുതലാണെങ്കിലും തുടർന്ന് വരാനുള്ള കാഴ്ചകളെല്ലാം മാന്യപ്രേക്ഷകർക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടെ പുതിയ വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അസറ്റിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP സബാഹ് സാഹിബ് നിർവഹിച്ച കാഴ്ചകളാണ്. അസറ്റ് ഓഫീസിനുള്ളിൽ അവർ നിർധനരായ രോഗികൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന വിവിധങ്ങളായ എക്യുപ്മെൻറ്റും മറ്റും ആയിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് കാണുന്നതും അത് വിവരിച്ചു കൊടുക്കുന്നതുമായ കാഴ്ചകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ അസറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ളൊരു വിലയിരുത്തലൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP സബാഹ് സാഹിബ് അസറ്റ് തവളഞ്ചിനയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നന്മയേറിയ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലുകളും തൊട്ടുപുറകെ വരുന്നു. പ്രിയമുള്ളവരെ, വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം തുടർന്ന് വരാനുള്ള കാഴ്ചകൾ നമുക്കേറെ ഉപകാരപ്രദമാകുന്ന പല സന്ദേശങ്ങളും അതിലൂടെ വരുന്നുണ്ട്. ഇവരുടെ പ്രവർത്തനങ്ങൾ നമുക്കൊക്കെ നമ്മുടെയൊക്കെ മേഖലകളിൽ പ്രാവർത്തികമാക്കാവുന്നതാണ്. ഒരു ആസ്ഥാനം എന്നോണമാണ് ഇന്ന് അസറ്റിന്റെ ഭാഗമായി ഒരു ഓഫീസ് ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സിറ്റി ചെറുതാണെങ്കിൽ ആ സിറ്റിക്കകത്തുള്ള മനുഷ്യരുടെ മനസ്സുകളാണ് സത്യത്തിൽ ഓരോ പ്രദേശത്തെയും വലുതാക്കുന്നതും ചെറുതാക്കുന്നതും. സത്യത്തിൽ ഈ തവളഞ്ചന പ്രദേശത്തെ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ വളരെ സ്നേഹം നിറഞ്ഞ, അല്ലെങ്കിൽ ഞങ്ങളെ സഹജീവികളെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഒരു പറ്റം മുതിർന്നവരും കാരണവരും യുവാക്കളും ഒക്കെ പ്രഖ്യാപിക്കുമ്പോഴും സ്വാഭാവികമായി ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണർന്നു വരിക തന്നെ ചെയ്യും. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇവിടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപവൽക്കരിക്കപ്പെടുകയും അതിന്റെ ഭാഗമായി ഒരു പ്രദേശത്ത് നടക്കാവുന്നതിൽ ഏറ്റവും വലിയ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ നേരത്തെ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇതുപോലൊക്കെ സൂചിപ്പിക്കുകയായിരുന്നു. CCTV ക്യാമറകളടക്കം ഈ പ്രദേശത്ത് സ്ഥാപിച്ചു. അതിന്റെ ഭാഗമായി മുന്നേ ഉണ്ടായ ഒരു മോഷണ ശ്രമത്തെയൊക്കെ തടുക്കാൻ സാധിച്ചു എന്നുള്ളത്. അപ്പൊ ഒരു നാടിന്റെ എല്ലാ മേഖലകളിലും, ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലായാലും ആ നാടിന്റെ സുരക്ഷിത ബോധത്തിന്റെ മേഖലയിലായാലും എല്ലാ മേഖലയിലും ഉണർന്നു പ്രവർത്തിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. പ്രത്യേകിച്ച് ഒരുപാട് യുവാക്കളെ ഇവിടെ കാണുകയാണ്. ഇന്ന് ഈ സമൂഹ നോമ്പുതുറയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ സജ്ജീകരണങ്ങളുമായി പ്രവർത്തിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെ കാണുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ജെൻസി ജനറേഷന്റെ കാലഘട്ടമാണല്ലോ. ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ യുവാക്കളെ കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറയുന്നതും ചെറിയ കാര്യമല്ല. ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കാനല്ല, ഒരുപാട് വ്യക്തിത്വങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കാനാണ്. ഒരിക്കൽ കൂടി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും മുക്തകണ്ഠം അഭിവാദ്യം ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള സ്നേഹം നിറഞ്ഞ ചേർത്തുപിടിക്കലുകളാണ് ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിന് ആവശ്യം എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തനത്തിന് ഇറങ്ങിയ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ദൈവത്തിന്റെ നാമത്തിൽ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. ഇതുവരെ നമ്മൾ കേട്ടത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP സബാഹ് സാഹിബ് ഈ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതും അദ്ദേഹത്തിന് അസറ്റിനെ കുറിച്ച് പറയാനുള്ള കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. അടുത്തതായി ഈ വേദിയിൽ വെച്ച് പ്രസിഡന്റ് മൊമൻറ്റോ നൽകുന്ന കാഴ്ചകളാണ്. അതിന് പിന്നിൽ തവളഞ്ചിനക്കാർക്ക് മാത്രമല്ല, ഒരുപക്ഷെ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിനുള്ളിലെ മുഴുവൻ ആളുകൾക്കും ഉപകാരപ്രദമാകുന്ന ആരോഗ്യ ഉപകേന്ദ്രത്തിന് വേണ്ടി 7 സെന്റ് സ്ഥലമാണ് ബഹുമാന്യനായ അന്നിയത്ത് ഇക്ബാൽ സാഹിബ് നൽകിയത്. അതും നല്ല വിലപിടിപ്പുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് അതിരുമട കാനാഞ്ചേരി റൂട്ടിലാണ് ഇതിനു വേണ്ടിയുള്ള 7 സെന്റ് സ്ഥലം അനുവദിച്ചത്. എന്തായാലും അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങാണ് നമ്മൾ തൊട്ടു മുമ്പേ കണ്ടത്. ഇനി നമ്മൾ വിശദീകരിക്കുന്നത് നോമ്പ് തുറക്ക് വേണ്ടി ആളുകൾ
ആളുകളെല്ലാം തയ്യാറായി. അതായത് ബാങ്ക് വിളിക്കാനുള്ള സമയമായി. ഈ കൂട്ടത്തിൽ കേരളത്തിനുള്ള ഉള്ളിലുള്ളവരും പുറത്തുള്ളവരും, അതായത് അന്യസംസ്ഥാന തൊഴിലാളികളടക്കം ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇവരൊക്കെ വിവിധങ്ങളായ രാഷ്ട്രീയങ്ങളിലും ആദർശങ്ങളിലും വിശ്വാസങ്ങളിലൊക്കെ അടിയറച്ച് മുന്നോട്ട് പോകുന്നവരാണ്. എങ്കിലും തങ്ങളുടെ നാട്ടിലുള്ള കൂട്ടായ്മയുടെ കീഴിൽ ഇതുപോലെയൊക്കെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അവരെല്ലാം മറന്ന് ഒത്തുചേരും എന്നുള്ളതാണ്. അങ്ങനെയാകണം നമ്മളൊക്കെ, അങ്ങനെയാകാൻ സാധിക്കണം നമുക്കെല്ലാവർക്കും. നമുക്കിടയിലെ ഐക്യവും പരസ്പര വിശ്വാസവും സ്നേഹവും നിലനിർത്താൻ ഇങ്ങനെയുള്ള ഒരുമിച്ച് കൂടലുകൾ ഒത്തിരി സഹായകമാകും. ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചതെല്ലാം മാനസികമായ ഐക്യത്തിനും നമ്മുടെ സമാധാനത്തിനൊക്കെ ഉപകാരപ്രദമാകുന്നതാണെങ്കിൽ ശാരീരികമായ നമ്മുടെ ആരോഗ്യം നിലനിർത്തേണ്ടതുണ്ട്. രോഗിയായിട്ട് ചികിത്സിക്കുന്നതിൽ ഭേദം രോഗങ്ങൾ വരാതെ ശരീരത്തെ സംരക്ഷിക്കുക എന്നുള്ളതും കൂടി പ്രധാനമാണല്ലോ. എന്തായാലും അങ്ങനെ ഒരു സംവിധാനം കൂടി ഈ തവളഞ്ചന പ്രദേശത്ത് നടപ്പിൽ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദമായി സംസാരിക്കാനുണ്ട്. തൊട്ടടുത്ത ഭാഗങ്ങളിലൂടെ അടുത്ത ഒരു വീഡിയോയിലൂടെ ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കണം. അസറ്റിൻ്റെ കീഴിൽ ഈ ഒരു നാടിൻ്റെ കൂട്ടായ്മയുടെ കീഴിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞാൽ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ കാണാനും നന്മയേറിയ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അതൊക്കെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ അഭിനന്ദിക്കാനുമുള്ള സന്മനസ്സുള്ളവരാണ് പ്രത്യേകിച്ച് കേരളീയർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കാഴ്ചകൾ അടുത്ത പാട്ടിലൂടെ നമുക്ക് കാണാനുണ്ട്. എന്തായാലും മഗ്‌രിബ് ബാങ്ക് വിളിക്കാനായി തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. തവളഞ്ചന പള്ളിയിൽ നിന്നും ബാങ്ക് വിളിക്ക് വേണ്ടി കാതോർത്തിരിക്കുകയാണ് അവരൊക്കെ. ഈ കൂടിച്ചേർന്ന ആളുകളിലേക്ക് നിങ്ങൾ നോക്കൂ. അവിടെ നിങ്ങൾ മതം തിരയേണ്ട ആവശ്യമില്ല. കാര്യം എല്ലാ മതക്കാരും അതിലുണ്ട് എന്നുള്ളതാണ്. ഈ കൂട്ടത്തിൽ തന്നെ നല്ല സമ്പന്നരുണ്ട്, അതില്ലാത്തവരുണ്ട്. അങ്ങനെയുള്ള യാതൊരു വിവേചനം അവർക്കിടയിലില്ല എന്നുള്ളതാണ്. അവരുടെ തീന്മേശയ്ക്ക് മുമ്പിൽ എത്തിച്ചേർന്നിട്ടുള്ള ഭക്ഷണം എല്ലാം ഒരുപോലെയാണ്. അതേപോലെ തന്നെയാണ് ഈ ഇരുത്തത്തിൽ അവരുടെ എല്ലാം മനസ്സ്. ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകതയും അതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വാർത്തയാക്കി മാന്യ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചതും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും. എന്തായാലും ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളെക്കുറിച്ചൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇത്തരം വാർത്തകൾ കൂടുതൽ സമൂഹത്തിലേക്ക് എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് നൽകാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത്. ഗ്രാമീണ വാർത്തകൾ ഇതുപോലെ ധാരാളം നിങ്ങൾക്ക് ഈ ചാനലിലൂടെ പ്രതീക്ഷിക്കാം. അത്തരം വാർത്തകൾ തുടർന്നും കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറന്നുപോകരുത് എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ എടുത്തു പറയേണ്ടതാണ് ഇവിടുത്തെ യുവാക്കളുടെ സാന്നിധ്യം എന്നുള്ളത്. മറ്റുള്ളവർക്ക് ഭക്ഷണം ഒരുക്കുന്നതിന് വേണ്ടി അണിയറയിൽ കുറേ സമയമായിട്ട് അവർ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുവാക്കളുടെ ഭാഗത്തുനിന്നുള്ള ഇങ്ങനെയുള്ള കൂട്ടായ്മ തന്നെയാണ് ഏതൊരു നാടിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ഒക്കെ പ്രധാനപ്പെട്ട കാര്യം. കാരണം യുവവിഭാഗം എങ്ങോട്ട് ചിന്തിക്കുന്നു അതുപോലെ ആയിരിക്കും അവരുടെ ആ നാടിൻ്റെയൊക്കെ ഭാവി എന്ന് പറഞ്ഞതുപോലെ. തെറ്റായ ചിന്തകളിലേക്ക് പോകാതെ ആരോഗ്യ സംരക്ഷണവും പൊതുസമൂഹവുമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഇടപെടലും തങ്ങളുടെ ഗ്രാമത്തിന് പരമാവധി നേട്ടങ്ങൾ കൊണ്ടുവരിക എന്നുള്ള കാഴ്ചപ്പാടിലൂടെ അവർ ചിന്തിക്കുന്നു. പ്രിയമുള്ളവരെ, ബാങ്ക് വിളിച്ചു, എല്ലാവരും നോമ്പ് തുറക്കുന്ന തിരക്കിലാണ്. ഞാനും അങ്ങനെ ഒരു തിരക്കിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ ചുരുക്കുകയാണ്. വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്.